അടിപൊളി ചേട്ടൻ. ഓ അടിപൊളി ഗൈസ്. ഇത്ര ആകത്തുള്ളത്? ഇത് നല്ല രസമുണ്ടല്ലോ. ഇതിന്റെ വില എത്രയാ? ഇതുണ്ടോ? അയ്യോ അയ്യോ നമ്മളിപ്പോൾ ഉണ്ടല്ലോ കിളിക്കൂടിൻ്റെ മേളിലാണ് കയറി നിൽക്കുന്നത്. നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നമ്മുടെ കിളിക്കൂടിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ഒന്ന് കാണിക്കാനായിട്ട്, മേളിൽ നിന്നുള്ള വ്യൂ കാണിക്കാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പുണ്ടല്ലോ കുറേ വെറൈറ്റി കിളികളെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവരുടെ ഡീറ്റെയിൽസ് പറയാം. തൽക്കാലം ഇവരിവിടെ ഇരിക്കട്ടെ. നമ്മൾ നമ്മുടെ കിളിക്കൂടും ഈ ഇരിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ടല്ലോ മേളിൽ നിന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഹെലിക്കാൻ ഓൺ ആക്കണം കേട്ടോ. ഇത്രയേ ഉള്ള സംഭവം. ഇത് വളരെ സിമ്പിളാണ്. ഈ 2 ലെഗ് സൈഡിലേക്ക് വെക്കുക. ഇത് കണ്ടല്ലോ. അതിനുശേഷം ഇവിടെ 2 ലെഗ് ഉണ്ട്. ഇവന് 2നെ ഇങ്ങനെ അങ്ങ് വെക്കുക. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഈ ഒരു സാധനം കണ്ടോ, ഇത് നമ്മൾ റിമൂവ് ചെയ്യണം. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് അതിൻ്റെ റിമോട്ട്. ഞാൻ ഓൾറെഡി വീഡിയോയ്ക്ക് കാണിച്ചായിരുന്നു. ഇത് 2 കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു സാധനം പൊക്കി വെക്കണേ. എന്നിട്ട് ഈ കേബിൾ നമ്മുടെ ഫോൺ കണക്ട് ചെയ്യുന്ന കേബിളാണ്. ഫോൺ എടുത്ത് ഇങ്ങനെ അങ്ങ് വെക്കണം. അതിനുശേഷം ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ കേബിൾ കണക്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ റിമോട്ട് ആദ്യം ഓൺ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ DJയുടെ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുവാണ്. അതിനുശേഷം ഇവിടെ സെയിം പ്രൊസീജിയർ. ആദ്യം ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് ലോങ് പ്രസ് ചെയ്യുക. അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഇത് കണ്ടോ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. എയർക്രാഫ്റ്റ് കണക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ. ഇവിടെ നമുക്ക് വിഷ്വൽസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 96% ചാർജ് ഉണ്ട്. ബാക്കി ടേക്ക് ഓഫ് പെർമിറ്റഡ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മളുണ്ടല്ലോ നമ്മുടെ കിളിക്കൂടിൻ്റെ വിഷ്വൽസ് ആദ്യമായിട്ട് മേളിൽ നിന്ന് കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നിന്റെ കൈ ഉറപ്പിക്കട്ടെ. നമ്മളിപ്പോൾ കിളിക്കൂട് കാണിക്കുന്നതിന് മുമ്പുണ്ടല്ലോ താടി ഉള്ളവർക്കും അതുപോലെ തന്നെ താടി വളർത്തുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതെന്ന് പറയുമ്പോഴേക്കും ഉണ്ടല്ലോ മൂസ്റ്റാക്കിന്റെ ബിയേർഡ് ഗ്രോത്ത് ഓയിലാണ്. ഇത് സാധാരണ ബിയേർഡ് ഓയിൽ അല്ല, ബിയേർഡ് ഗ്രോത്ത് ഓയിലാണ്. അതായത് ചെറിയ രീതിയിൽ താടിയൊക്കെ വന്നു തുടങ്ങുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ താടി വരുന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും പാച്ചസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ പ്രോഡക്റ്റ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ മൂസ്റ്റാക്കിന്റെ ഒരു ബിയേർഡ് ഗ്രോത്ത് ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളുണ്ടല്ലോ ഈ മൂസ്റ്റാക്കിന്റെ ബിയേർഡ് ഗ്രോത്ത് ഓയിൽ 2-3 തുള്ളി നമ്മുടെ കയ്യിലെടുത്ത് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ താടിയുടെ ഇടയ്ക്കൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് വിരലിട്ട് താടിയുടെ ഇടയ്ക്കൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കുറച്ച് നേരം മസാജ് ചെയ്യുക. ഈ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് 100% ആയുർവേദിക്കാണ്. അതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല. അതായത് ഉണ്ടല്ലോ സൾഫൈറ്റും പാരഫിനും പോലെയുള്ള കെമിക്കൽസ് ഒന്നും ഇതിനകത്ത് അടങ്ങിയിട്ടില്ല. കേദർവുഡ് ഓയിലും ജോർജിൻ ഓയിലും ഒക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് 100% വിശ്വസിച്ച് ഉപയോഗിക്കാനായിട്ട് വരും കേട്ടോ. നമ്മുടെ സാധാരണ എന്തെങ്കിലും പ്രോഡക്റ്റ് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുമ്പോഴേക്കുള്ള ചൊറിച്ചിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താടിയുള്ള ലുക്കും താടി ഇല്ലാത്ത ലുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പോൾ ഉണ്ടല്ലോ താടി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ താടി നന്നായിട്ട് കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും മൂസ്റ്റാക്കിന്റെ ഈ ബിയേർഡ് ഗ്രോത്ത് ഓയിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് മേടിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ നമ്മുടെ കിളിക്കൂടിന്റെ മേളിൽ നിന്നുള്ള വ്യൂ കാണുമ്പോൾ ഞാൻ ഓട്ടോ ടേക്ക് ഓഫ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മേളിലൊന്നും കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല. ഇതിവിടെ ഞെക്കി പിടിക്കുക. അപ്പോൾ അതെ നമ്മുടെ ഹെലിക്കാൻ പറന്ന് മേളിൽ നിൽപ്പുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കിളിക്കൂടിൻ്റെ വിഷ്വൽസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് ഹെലിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഞങ്ങൾ 3 പേര് എടുപ്പുണ്ട്. എല്ലാവരും അങ്ങോട്ട് നോക്കി. ഈ ക്യാമറ ഇനി ആവശ്യമില്ല. ഇനി നമ്മൾ ആ വിഷ്വൽസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേര് ഫ്രണ്ട് നിൽക്കുവാണ്. മോളുണ്ട് നടുക്ക്. ബാ റെഡി. അപ്പോൾ നമ്മളുണ്ടല്ലോ നേരെ ബാക്കിലേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടല്ലോ ചേച്ചി പറഞ്ഞ പോലെ ഇടയ്ക്ക് ചൂണ്ടയിടാൻ പോകണമെങ്കിൽ കണ്ടത്തിൽ വെള്ളമൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പറപ്പിച്ച് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവനെ എങ്ങനെയെങ്കിലും തിരിച്ചിറക്കാം കേട്ടോ. ഇനി എങ്ങനെ തിരിച്ചിറക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വേണ്ട. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹോമിലോട്ട് വരാൻ പറ്റും. റിട്ടേൺ ടു ഹോം എന്നാണ് ഇതിൻ്റെ ഓപ്ഷൻ. ഇത് ഞെക്കി പിടിക്കുക. അതായതുണ്ടല്ലോ നമ്മൾ എവിടെ വെച്ചിട്ടാണോ ഇതിനെ ഓൺ ചെയ്തത് അതാണ് ഇവിടെ ഹോം പോയിന്റ്. അപ്പോൾ ഹോം പോയിന്റിലോട്ട് തിരിച്ചു വരും. ഇങ്ങനെ വന്നതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ താഴോട്ടുള്ള സാധനം പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇവർ നമ്മുടെ കൈ ഡിറ്റക്ട് ചെയ്യും. ഇത് കണ്ടോണം. ഇപ്പോൾ കൈ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യാനും താഴോട്ട് വരത്തില്ല. അതിന് തോന്നണം കേട്ടോ. ഇനി ഉണ്ടല്ലോ നമ്മൾ നേരെ താഴേക്ക് പോയിട്ട് നമ്മുടെ കിളിക്കൂട്ടിലേക്ക് അയച്ചു വിടാൻ വേണ്ടി പോകണം. അതിന് മുമ്പുണ്ടല്ലോ ഇത് ഇച്ചിരി വെറൈറ്റി കിളികളാണ്, ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള കിളികൾ. അപ്പോൾ ഇതിന് എവിടെ നിന്നാണ് മേടിച്ചത്, എങ്ങനെയാണ് മേടിച്ചത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ നമ്മൾ സംക്രാന്തിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. ഇതുണ്ടോ. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ കിളികളെക്കുറിച്ച് ചെറിയൊരു ഓവർവ്യൂ തരാം. നമ്മൾ ഇന്ന് മേടിക്കാൻ പോകുന്ന കിളികളുടെ എണ്ണം ഒന്നും ഒത്തിരി അധികം കൂടുതലില്ല. അവിടെ 4-5 കിളിയുള്ളൂ. പക്ഷേ അതിന് 10-25,000 രൂപ വിലയാകും. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിളിക്കൂട്ടിലുള്ള ഫിഞ്ചിന്റെ ടൈപ്പാണ് ഇവർ. പക്ഷേ ഉണ്ടല്ലോ അത്രയും വലിപ്പമുള്ളൂ. പക്ഷേ 25,000 രൂപ വിലയുണ്ട്. അപ്പോൾ ഞാൻ കിളികളെ ഉണ്ടല്ലോ കടയിൽ ചെന്നിട്ട് കാണിച്ചത്. നമ്മൾ കടയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ അവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ മേടിക്കാൻ വന്ന കിളീനെ കാണിച്ചു തരാം. നമ്മൾ മനാഫിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കിളിയുടെ വലിപ്പം അല്ല കേട്ടോ. ഈ കിളിയുടെ വലിപ്പത്തിനല്ല വിലയല്ലേ. നമ്മൾ കിളിയെ കാണിക്കാം. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ചേട്ടാ അടുത്ത് ഈ കൂടിനകത്തുണ്ട് ആപ്പടെ 4 പേർ അല്ലെ 2 പേർ എത്ര ചേട്ടാ 3 പേർ. അതായത് 6 കിളിയാണുള്ളത്. ഇത് കണ്ടോ ഇവന്മാർ ഭയങ്കര കുഞ്ഞന്മാരാണ്. ഇത് ഫിഞ്ചിന്റെ അടുത്ത് വരുന്നല്ലേ. ഇതെല്ലാം ഫിഞ്ചാണ്. അടിപൊളി. അപ്പം ഏകദേശം 3 വെറൈറ്റി കിടപ്പുണ്ട്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബ്ലാക്ക് കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് അല്ല കേട്ടോ, ഒരു നീല കൂടിയ കളറാണ്. നമ്മുടെ നാട്ടിൽ ഈ കുയിലിന്റെ കളറാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചേട്ടൻ കറക്റ്റ് ആയിട്ട് പറയും. അപ്പോൾ ചേട്ടാ ഈ ഒരു 3 പേരിന്റെ വില ഏകദേശം എത്രയാണ്? 21,000 രൂപയാണ് വില കേട്ടോ. അതിന്റെ കാര്യം എന്താ? ഇത് സ്റ്റാർ ഫിഷ് ആണ്, പിന്നെ കോമ്പസ്, റെഡ് ബിഷപ്പ്, അങ്ങനെ
3 വെറൈറ്റി ഫിഞ്ചാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഞാനിത് അധികം കണ്ടിട്ടില്ല. ഇത് റയർ ഫിഞ്ച് കേട്ടോ. ആണല്ലേ? ഫിഞ്ചിനകത്ത് അത്യാവശ്യം എല്ലാവരുടെയും കയ്യിലും കടകളിൽ കാണുന്നതാണ്. പക്ഷേ ഈ റെഡ് ഫിഷസും കോമ്പസും അധികമില്ല. അപ്പോൾ നമ്മൾ ഇവന്മാരെ മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഇതിന്റെ പേരും കാര്യങ്ങളും മനസ്സിലായിട്ടില്ല. നമുക്ക് പേരായിട്ട് പിടിക്കാല്ലേ? അപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റും. കൂട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടെടുക്കാൻ വേണ്ടി പോവാണ്. ചെറിയ കൂടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇവന്മാരെ പിടിച്ചൊന്ന് കാണിച്ചിട്ടിടാവും. അപ്പോൾ നമ്മൾ ഇവരെ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പേരായിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവന്മാരുടെ പേരും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അടിപൊളി ചേട്ടൻ. ഓ അടിപൊളി ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിന്റെ കളർ കേട്ടോ. ഒരു നീല കൂടിയ കളറാണ്. ഇത് കണ്ടോ? ഇത് മെയിലാണല്ലേ? ഓ അടിപൊളി. ഇതാണ് കോമ്പസ്. നമ്മുടെ ഫിഞ്ചിന്റെ അതേ മുഖമൊക്കെ, പക്ഷേ ഇവന്മാരുടെ കളറിലാണ് വ്യത്യാസം കേട്ടോ. അപ്പോൾ അവനെ പിടിച്ചിട്ടുണ്ട്. ഇത് മെയിലാണ്. അപ്പോൾ ഇതിന്റെ ഫീമെയിലിനെ പിടിക്കും ഏട്ടാ. ഇവന്മാർ ഭയങ്കര പറക്കലാണ് കേട്ടോ. കിട്ടി. അപ്പോൾ ഇതാണോ അതിന്റെ ഫീമെയിൽ? അടിപൊളി. ഒന്ന് കാണിച്ചേട്ടാ ഒരു മിനിറ്റ്. ഇത് അഡൽട്ടാണ്. ഇപ്പോൾ ബ്രീഡ് ആകാറായതാണല്ലേ? അഡൽട്ട് ഫീമെയിലാണ്. അപ്പോൾ അവന്റെ ചുണ്ട് കണ്ടോ? അല്ല, അവളുടെ ചുണ്ട് കണ്ടോ? ചുണ്ടിന് നല്ലൊരു ഓറഞ്ച് കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മെയിലും ഫീമെയിലും ആയിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് കോമ്പസ് അല്ലേ ഏട്ടാ? നമ്മൾ അടുത്ത പിടിക്കാൻ പോകുന്നത് അതേതായിട്ടാ? അത് സ്റ്റാർ ആണല്ലേ? അപ്പോൾ ഇത് മെയിലാണോ ഫീമെയിലോ? ഇത് മെയിൽ. അതായത് ഇതിന്റെ തലയ്ക്ക് കളർ കൂടുതലുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവന്റെ തലയ്ക്ക് ഒരു ഇച്ചിരി കളർ കൂടുതലുണ്ട്. അപ്പോൾ ഇത് മെയിലാണ് കേട്ടോ. അപ്പോൾ ഇത് അഡൽട്ടാണോ? അഡൽട്ടാണ്. അപ്പോൾ നമ്മൾ ഇവനെ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ അത് മെയിലിനെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫീമെയിലിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി, ഫീമെയിലിന്റെ തലയ്ക്ക് കളർ കുറവല്ലേ ഏട്ടാ? പുള്ളി ഭയങ്കര പറക്കലാണ്. അതോടെ കിടന്ന് കിട്ടി. ഫൈനലി പിടിച്ചിട്ടുണ്ട്. ഫീമെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നേരത്തെ കണ്ടതിന് അത്രയും കളറും ഇല്ല. അതുപോലെ തന്നെ വലുപ്പവും കുറവാണ്. തലയ്ക്ക് ഈ പറഞ്ഞ പോലെ മറ്റേ നല്ലൊരു ചോപ്പ് കൂടി കളർ അല്ലേ? ടെയിലൊക്കെ അടിപൊളി. അപ്പോൾ ഇവൻ സ്റ്റാർ ഫിഞ്ചിന്റെ ഫീമെയിലാണ്. അപ്പോൾ നമ്മൾ അവനെയും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു വെറൈറ്റി ആണ് കേട്ടോ. അത്യാവശ്യം എനിക്ക് തോന്നുന്നത് നമ്മുടെ പാരഡൈസ് വൈദ്യയുടെ മെയിലിന്റെ പോലത്തെ ഒരു കളറാണ്. ഓ എന്നാ പറക്കലാന്ന് നോക്കി ഒരു രക്ഷയില്ല. ഇത് സെമി അഡൽട്ട് ആണല്ലേ? ഇത് മെയിലാണോ? ഇത് മെയിലാണല്ലേ? ഓ അത് ഹെഡ്. അതുപോലെ തന്നെ അവന്റെ രൂപം ഇപ്പം പൊങ്ങിയിരിക്കും. അതുപോലെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതിന്റെ തലയിലെ ഓരോ രോമ ഫെദറൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. ഇത് കണ്ടോ? അതിന്റെ ഫീമെയിലിനെ പിടിക്കുവാണ്. റെഡ് ഫിഷസിന്റെ ഇത് സെമി അഡൽട്ട് ആണല്ലേ? അപ്പോൾ അതിന് വലുപ്പം കൂടുതലുണ്ടോ? ആണോ? ഓ ഇത് കറക്റ്റ് അടിപൊളി കേട്ടോ. കുറച്ചുകൂടെ കളർ ആകും അല്ലേ? അപ്പോൾ ഇത് റെഡ് ഫിഷസിന്റെ ഫീമെയിലാണ്. നമ്മളിത് അപ്പോൾ ഇവന്മാർ 6 മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും ഉണ്ടല്ലോ ചേട്ടൻ ഇവിടെ കുറേ ഫിഞ്ചസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ലെയർ മൊത്തം ഫിഞ്ചസ് ആണ് കേട്ടോ. 1, 2 ഇത് നിറച്ച് ഫിഞ്ചസ് അല്ലേ? എനിക്ക് വന്ന് 10-500 എണ്ണം തോന്നുന്നു. അതുപോലെ മേളിൽ ജാവയുണ്ട്. അടിയിലൊരു വെറൈറ്റി പ്രാവ് ഇരിപ്പുണ്ട് കേട്ടോ. ഇതെന്നായിരുന്നു ചേട്ടാ? ഇത് അടിപൊളിയാണ് കേട്ടോ. കുഞ്ഞു പ്രാവ്. ഇത്ര ആകത്തുള്ളത്. ഇത് നല്ല രസമുണ്ടല്ലോ. ഇതിന്റെ വില എത്രയാ? ഇതിന്റെ വില എത്ര? 2,500 അല്ലേ? ഇതൊരു പേരിനാണ് 2,500. ഓ ഇത് ഭയങ്കര ക്യൂട്ട് ആയിട്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ആക്ച്വലി കിളിക്കൂടിനകത്ത് പ്രാവിന്റെ കൂടെ നിറഞ്ഞിരിക്കുക. കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ മേടിക്കാറ്. അപ്പോൾ നമുക്ക് എന്നാൽ ഇപ്പോൾ ഫിഞ്ചസിന് മേടിക്കും. ഈ സാധനം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. 2,500 അല്ലേ? നമുക്ക് ഇവിടെ വന്നപ്പോഴേക്കും കുറച്ച് ഫിഞ്ചസിനെ അഡോപ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം നമ്മുടെ കൂട്ടിൽ ഇനി സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഒരു 10 ഫിഞ്ചസിനെ പിടിക്കാം കേട്ടോ. ഇതിനെ പിന്നെ പിടിക്കാനായിട്ട് എളുപ്പമാണ്. ചുമ്മാ അങ്ങോട്ട് കൈ ഇടുക. ഇപ്പോൾ എത്രയാണ് പിടിച്ചു? 2 ചേട്ടൻ കറക്റ്റ് മെയിൽ ഫീമെയിൽ നോക്കിയാണ് കേട്ടോ പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായ കിളിയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുമ്പോൾ 550 രൂപയാണ്. അത്യാവശ്യം വീട്ടിൽ കിളീനൊക്കെ വളർത്താൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ സാധനം ഭയങ്കര എളുപ്പമാണ് വളർത്താനായിട്ട്. ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ ഇണങ്ങുകയും ചെയ്യും, കയ്യിൽ നിന്നൊക്കെ തീറ്റ മേടിക്കുകയും ചെയ്യും. ഭയങ്കര ആക്റ്റീവാണ്. പക്ഷേ ഇവർക്ക് വലിയ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല. ഇവിടെ തന്നെ ഉണ്ടായ കിളിയായതുകൊണ്ട്. അപ്പോൾ നമ്മളൊരു 10 മേടിക്കുവാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കാൻ വന്നത് ഇവന്മാരെ 6 ഇവിടെ വന്നപ്പോഴേക്കും ഇത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ആക്റ്റീവായ നാടൻ കിളിയാണ് ആണല്ലേ? അടിപൊളി. അപ്പോൾ നമ്മുടെ കൂട്ടിൽ ഇനിയും ഇവന്മാർ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി നടക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവരെ ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ എടുത്തിരിക്കുന്ന 3 പേർ മറ്റേ ഫിഞ്ച്, 5 പേർ വൈറ്റും. അപ്പോൾ വില എത്രയും? 23,750. അപ്പോൾ 23,750 നമ്മുടെ ടോട്ടൽ ബില്ല്. അപ്പോൾ നമുക്ക് പേ ചെയ്യാം അല്ലേ? ഇപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഇവന്മാരെ പയ്യെ വണ്ടിയിലോട്ട് കയറ്റുവാണ് കേട്ടോ. ചേട്ടൻ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഒരു വെറൈറ്റി ഡയമണ്ട് ഡൗൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ കിട്ടിയില്ല. അടുത്ത പ്രാവശ്യമായിട്ട് സാധനത്തെ കൊണ്ടുവന്ന് പറഞ്ഞത് അത് വെറൈറ്റി ആണ് കേട്ടോ. അത് നമ്മൾ അതിനെ മേടിക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് നമ്മൾ പുതിയൊരു ഹാബിറ്റാറ്റിലോട്ട് നമ്മൾ ഇവരെ മാറ്റുവാണ്. എല്ലാവരും സേഫ് ആയിട്ടിരുന്നോട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് നമ്മൾ ഇവന്മാരെ നമ്മുടെ കിളിക്കൂട്ടിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. പപ്പയൊക്കെ അവിടെ നിന്ന് ചിരിച്ചോണ്ട് സന്തോഷത്തോടി വരുന്നുണ്ട് കേട്ടോ. അമ്മേ പുതിയ ഡ്രാഗൺ കുഞ്ഞുങ്ങളെ മേടിച്ചിട്ടുണ്ട്. തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങൾ, പന്നിക്കുഞ്ഞ്. അപ്പം നമുക്കുണ്ടല്ലോ കിളിനെ എടുക്കാം. പക്ഷേ ഡ്രാഗൺ കുഞ്ഞിനെ എടുക്കാം. ഞാൻ പറയുന്നത് ഇപ്പോൾ 90% വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നാണ് ഇവരുടെ എല്ലാവരുടെയും കമന്റ്. നോക്കിയേ ഫിഞ്ച് ഇവന്മാരുടെ എല്ലാം വലിപ്പമല്ല സെയിമാ. വില കേൾക്കുമ്പോഴാണ് ഇവരെല്ലാം നമ്മൾ ഓടിക്കാൻ വേണ്ടി പോകുന്നത്. കിളിക്കൂടി പോയിട്ട് വില പറയാം. വില പറയേണ്ടതൊക്കെയാണ് പറയുന്നത്. അല്ല വില പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ തമ്മിലിനകത്ത് നമ്മൾ പ്രൈസ് വെക്കുമ്പോഴേക്കും ഒത്തിരി ആൾക്കാർ പറയാറുണ്ട് വില വെക്കേണ്ട ആവശ്യം എന്തിനാ വില വെക്കുന്നത്. നമ്മൾ വില വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം അറിയോ? ഈ വീഡിയോയുടെ താഴെ ഒത്തിരി കമന്റ് വരും ഇതിന് പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ. നമ്മൾ അത് എവിടെയെങ്കിലും പറയണം. അതിനേക്കാൾ ഏറ്റവും എളുപ്പം നമുക്ക് തന്നേലിൽ തന്നെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവന്മാരെ അഴിച്ചു വിടാൻ വേണ്ടി പോവാണ്. അയ്യോ ആരെ വന്നു നോക്കിയേ, ഇതാണ് ഞങ്ങളുടെ ചുഞ്ചിരി. ഒരു ചുഞ്ചിരി വീഡിയോക്ക് ഹായ് പറഞ്ഞു. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചാ. ഇതുണ്ടോ? അയ്യോ പിടിക്കല്ലേ ശോഭ, പിടിക്കല്ലേ.
വിഴുങ്ങി ഒരെണ്ണത്തിന് ഇത് നോക്കുന്നുണ്ടോ? ഇത് കണ്ടോ? സമയം കിട്ടുവാണെങ്കിൽ ഷോപ്പ് ഇപ്പോൾ 2 ഫിഞ്ചസിനകത്താക്കിയാണ്. ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ കിളീനെ നേരിട്ട് ഇത്ര അടുത്ത് കാണുന്നത്. ഇപ്പം മനസ്സിലായല്ലോ. ശരിക്കും പറഞ്ഞ് ജാക്ക് റസൽ എന്ന് പറയുന്നത് ഹണ്ടിങ് ഡോഗ് ആണ്. ഹണ്ടിങ് എന്ന് പറയുമ്പോഴേക്ക് ഉറപ്പായിട്ടും അവൾക്ക് ഇതിനെയൊക്കെ പിടിക്കാനുള്ള ടെൻഡൻസി ആണ്. നമ്മൾ മേടിച്ചതിൻ്റെ കാര്യം അത് തന്നെയാണ്. കാരണം ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹണ്ടിങ് ആണല്ലോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോകാനായിട്ട് അബ്സല്യൂട്ട്ലി നല്ല കമ്പാനിയനാണ് ശോഭ. പക്ഷേ ഉണ്ടല്ലോ ഇവിടെ കിളിക്കൂട്ട് വിടാൻ പറ്റത്തില്ല. കിളിക്കൂട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് ആവശ്യമുള്ള അവൾ പിടിച്ച് തിന്നോളൂ. ആദ്യം മുതലിനെ പിടിച്ച് വിടുക. അപ്പോൾ നമുക്ക് നേരെ കിളിക്കൂട്ടിലോട്ട് കയറാം കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് കിളിക്കൂട്ടിലോട്ട് പുതിയ കിളികളെ മേടിക്കുന്നത് കേട്ടോ. നമ്മൾ ഇമാരെ ലൈഫ് ഇടാൻ വേണ്ടി പോകണം കേട്ടോ. ആരെ പിടിക്കുന്നത്? ഞാൻ വെറൈറ്റി സ്റ്റാർ ഫിഞ്ചിനെ ആദ്യം പിടിക്കുകയാണ് കേട്ടോ. മമ്മി കേട്ടോ അവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകണം കേട്ടോ. ഈ കിളിയെ കാണാൻ എന്നെ രസമാണെന്നറിയോ? എൻ്റെ കയ്യിൽ വീപ്പുണ്ട് പുള്ളിയുടെ. അയ്യോ സ്റ്റാർ ഫിഞ്ച് അവൻ പറന്നുപോയി. അപ്പോൾ അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. ഫീമെയിലുണ്ട്, അതിനെ പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, ആദ്യം ഒരു കുഞ്ഞ് ഫിഞ്ചിനെ പിടിക്കാം. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ ഫിഞ്ചാണ്. ഇത് കണ്ടല്ലോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കണ്ടോ. പറന്നു പോയിട്ടുണ്ട്. നമ്മൾ ഇടുന്നതിന് മുമ്പ് ഞാൻ പറന്നുപോയി. ഇവന്മാരുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവന്മാർക്ക് നന്നായിട്ട് പറക്കാൻ അറിയെങ്കിൽ പോലും ഉണ്ടല്ലോ. നമ്മൾ പുതിയതായിട്ടൊരു കൂട്ടി കൊണ്ടിട്ട് വരുമ്പോഴേക്കും ഒരു ഭയങ്കര സ്ലോ ആയി പറക്കാൻ ഇതുണ്ടോ. ഇപ്പോൾ പുള്ളിയും പറന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഞ്ച് 10 ഉണ്ട് കേട്ടോ. വെറൈറ്റി സാധനം കാണിച്ചില്ല. വെറൈറ്റി ഇതൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ. നമ്മുടെ കൂട്ടിലുള്ളതിൽ ഇപ്പോൾ ഉള്ളതിൽ ഫിഞ്ച് ഐറ്റത്തിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള കിളി എനിക്ക് തോന്നി ഇതാണത്. പോലെ ഇതുണ്ടോ ഇവൻ്റെ ഈ രോമം ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട്. അത് എപ്പോഴും അങ്ങനെ പൊങ്ങിയിരിക്കുന്നുള്ളത്. ഇതുണ്ടോ ഇതേ പറന്നു പോയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഡിസൂസ. അപ്പോൾ അടുത്തതാണ് അടുത്ത അതേന്ന് ഡിസൂസ ഫിഞ്ച് എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഡിസൂസ ഫിഞ്ച് ഇതിന്റെ പേര് പറഞ്ഞിട്ട് ഇതിന്റെ പേര് ഡിസൂസ, ഇതിന്റെ പേര് മാർക്കോണി ഫിഞ്ച്. ഇത് ഈ ഇരിക്കുന്നത്. പിന്നെ തത്തപ്പച്ച ഫിഞ്ച്. അപ്പോൾ ഒരിടത്ത് ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവനെ പറപ്പിച്ച് വിടുവാണ്. ഇതുണ്ടോ? അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. നമുക്ക് പൊക്കി ഇങ്ങനെ ഇടാൻ കേട്ടോ. അപ്പോൾ ഒരു പൊങ്ങി നിൽക്കുന്ന കാണാൻ വേണ്ടി പറ്റും. ഒരു ഫിഞ്ചിങ് വന്നേ. നെക്സ്റ്റ് ലെവൽ ഓഫ് എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. നമ്മൾ ആദ്യം ഇവർ ഉറക്കമാണ്. അത് നല്ല രസമല്ലേ? നമുക്ക് അതിൻ്റെ ഒരു സ്ലോ മോഷൻ എടുക്കാം കേട്ടോ. നമ്മൾ ഇവനെ ഉറക്കമാണ്. മമ്മി ഒരുത്തിനെ പിടിച്ചിട്ടുണ്ട്. അന്ന് നിനക്ക് തരാം ഒരെണ്ണത്തിന്. എന്നാ എല്ലാവർക്കും ഓരോന്നിനെ കൊടുക്കുവാണ് കേട്ടോ. പറപ്പിച്ച് വിടല്. സി ചേച്ചിക്ക് ഓരോന്നിനെ കൊടുക്കുവാണ്. വിടല്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും കയ്യിൽ ഓരോന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഉള്ളതിൽ ഏറ്റവും വെറൈറ്റിനെ പിടിക്കാൻ വേണ്ടി പോകണേ. അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഉള്ളതിൽ ഏറ്റവും കളറുള്ള സാധനമാണ്. ഇത് കണ്ടോ മമ്മി? ഇവന്റെ കളർ ഉണ്ടോ? ഒരു നീല കളർ ഉണ്ടോ? ഇത് കണ്ടോ? ഇതൊരു നീലയാണ്. അയ്യോ ഇത് കണ്ടല്ലോ. അവൻ എന്നെ സംഭവം നോക്കുവാണേ. അവനൊന്നും മനസ്സിലായിട്ടില്ല. ഇതിനെ പറപ്പിച്ച് വിടാൻ വേണ്ടി പോകണേ. കണ്ടോണം. കണ്ടല്ലോ പുള്ളിയും പോയിട്ടുണ്ട്. അപ്പോൾ ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർ ഫിഞ്ചിൻ്റെ ഫീമെയിലിനെ പിടിച്ചിട്ടുണ്ട്. കണ്ടല്ലോ. ഇത് നമ്മുടെ പാരഡൈസ് വൈദ ആണോന്ന് അവർ ചോദിക്കുന്നുണ്ട്. കണ്ടോ പാരഡൈസ് വൈദനെ പോലെ ഉണ്ട്. പക്ഷേ പാരഡൈസ് വൈദ അല്ല. ഞാൻ 2 എണ്ണത്തെ ഒരുമിച്ച് പിടിക്കുവാണ്. ഇത് കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 എണ്ണം ഇരിപ്പുണ്ട്. ഇത് 2 ഫീമെയിലാണ് കേട്ടോ. ചാടാതെ ഇവരൊന്ന് അടുത്ത് കാണിച്ച്. ഇത് കണ്ടല്ലോ. ഇവർ 2 എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ വിടുവാണേ. അയ്യോ പോയി. മമ്മി അടുത്ത് കാണിച്ചത് കണ്ടല്ലോ. പോയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് അടുത്ത് കാണാം. അപ്പോൾ മോൾ ഉറക്കി. എൻ്റെ പോലെ കറക്റ്റായിട്ട് ഉറക്കി കേട്ടോ. ഇതുണ്ടോ? അത് ഉറങ്ങിപ്പോയി വെള്ളത്തിൽ വീഴല്ലേ. ചേച്ചിയുടെ ഉറങ്ങിയോ? ചേച്ചിയുടെ പേടിച്ച് പറിച്ചിരിക്കാന്ന് എനിക്ക് തോന്നുന്നത്. ഓ അടിപൊളി. അപ്പം നമ്മൾ കിളികളെ എല്ലാം വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വേറൊരു കാര്യം കാണണോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അങ്ങനെ കിളികളെ എല്ലാം നമ്മുടെ കിളിക്കൂട്ടിൽ അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കിളിക്കൂട്ടിലെ കിളികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. വെറൈറ്റി ആയിട്ടുള്ള കിളികളെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാവരും ആസ് യൂഷ്വൽ എല്ലാ കിളിക്കൂട്ടിലൊക്കെ കയറി മുട്ടയുണ്ടോ നോക്കുകയാണ്. ഇവിടെ ഇതുണ്ടോ ഒരാൾ മണിയനെ പൊക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കിളിക്കൂട്ടിൽ കുറച്ച് കിളികൾ മുട്ടയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഇത് കണ്ടോണേ. ഈ ഒരു കിളിക്കൂട്ടിൽ നിങ്ങൾ ആക്ച്വലി ഈ വീഡിയോ നമ്മുടെ ചാനൽ ഇന്നലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കിളിക്കൂട്ടിലെ മുട്ടയിട്ട കിളികളെയും അവരുടെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ കിളികളാണ് മുട്ടയിട്ടത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൊണ്ട് വൈൻഡപ്പ് ആണ്. എൻ്റെ പേര് സെബിൻ സിറിയ. പപ്പ, മമ്മി, സി ചേച്ചി, ജിനോശാശൻ, മോള് എല്ലാവരും ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും സുഖമാണ്. ബൈ ബൈ. ബായ്ക്ക് ഏതാ? അയ്യോ പിന്നെ നിങ്ങൾക്ക് ഇത്രയും പ്രൈസ് വന്ന എങ്ങനെയാണല്ലേ? അതാണ്. ഓക്കെ പെർഫെക്റ്റ്. എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. ഹലിക്കാൻ വെച്ചിട്ട് അടുത്ത പാട്ട് റെക്കോർഡ് ചെയ്താലോ നമുക്ക്? പേര് എങ്ങനെയായിരുന്നു? അഭിനന്ദൻ. മോൻ്റെ പേര് നിതിൻ. ഇതിന്റെ കയ്യിൽ നിന്ന് വരിക. തണ്ണിമത്തം മുറിച്ചാണ് കേട്ടോ. എൻ്റെ പേര് അജയ്. ഇതിന്റെ പേര് ഡിസൂസ. നമ്മൾ ഇതിനൊന്നും മേളിൽ താഴ്ത്തിറങ്ങാൻ കേട്ടോ. ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും മിക്കവാറും. ഞങ്ങളെ ഇറക്കാൻ കുഴപ്പമില്ലതേ. ഓ ധൈര്യശാലി. കിളിക്ക് ഉടക്കി ഇട്ടേക്കുന്നത് വലയ മിക്കവാറും ഞാൻ ഉടക്കി പോകുന്നതാവും കേട്ടോ. മാർക്കോണി ഫിഞ്ച്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ കാര്യങ്ങൾ മറക്കേണ്ട താടിയുള്ള ആൾക്കാരും താടി നന്നായിട്ട് കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഈ മൂസ്റ്റാക്കിന്റെ ബിയേർഡ് ഗ്രോത്ത് ഓയിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. മേടിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ തത്തപ്പച്ച ഫിഞ്ച്
അതെന്തായാലും ശരിയല്ല. പർപ്പർ പച്ച അതല്ല രസമല്ലേ?